ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 7 days ആണ്, അതായത് വിഷു ഉൾപ്പെട്ട ദിവസങ്ങൾ. പലരും പറഞ്ഞു വിഷു റീഡിങ് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ വിചാരിച്ചത് 7 days അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ദിവസങ്ങളൊന്ന് നോക്കാമെന്ന് എന്ന് പറഞ്ഞാൽ വിഷുവിന് മുൻപായിട്ടുള്ളത്, വിഷു കഴിഞ്ഞതിന് ശേഷം ഉള്ള ദിവസങ്ങൾ. എനർജി, നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന സൗഭാഗ്യം എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് 7 days വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം. ബോട്ടം വന്നിരിക്കുന്ന 4th ചക്ര ആർക്കേഞ്ചൽ റാഫേലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്, ആദ്യം നമുക്ക് വന്നത് അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് 1 + 5 6 ആണ് നമ്പർ. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ല എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മറ്റുള്ളവരുടെ ഇഷ്ടം കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. അവർ നിങ്ങളുടെ വാക്കുകൾ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം നല്ലതാണ്, നിങ്ങളുടെ രൂപഭംഗി നല്ലതാണ്, നല്ല സുന്ദരിയാണ്, സുന്ദരനാണ്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ നല്ല ഡ്രസ്സിങ് ആണ്, നല്ല സംസാരമാണ്, നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന എനർജിയാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി എവിടെയും, ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളായാലും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി വൈസ് ആയാലും, അതുപോലെ നിങ്ങൾ ഉൾപ്പെട്ട സമൂഹത്തിലായാലും സൊസൈറ്റിയിലായാലും, നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്കൊരു അഭിനന്ദനങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നിങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ് പലരും നിങ്ങളെ അപ്രീസിയേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്രീസിയേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇതിനുള്ള ഒരു സമയമാവുന്നു, നിങ്ങൾക്ക് പൂച്ചെണ്ട് എന്ന് ആദരിക്കുന്ന ഒരു സമയം. മനസ്സിലായി? ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൂച്ചെണ്ടിനേക്കാൾ ഒത്തിരി ഒത്തിരി വലുതായിരിക്കും നിങ്ങൾക്കുള്ള ആ ഒരു കോൺഫിഡൻസ്, സന്തോഷം നിറഞ്ഞ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നത്, അല്ലേ? അപ്പോൾ ചില സമ്മാനങ്ങളെക്കാൾ വലുതായിരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് കിട്ടുന്ന ആദരവ്. ഒത്തിരി ഒത്തിരി വിലപ്പെട്ട സമ്മാനങ്ങളെക്കാളും ഒരുപാട് സന്തോഷം തരുന്നതാണ് ചില ആൾക്കാരുടെ വാക്കുകൾ, അല്ലേ? എന്ന് പറയുന്നത് പോലെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് നല്ല വാക്കുകൾ, നിങ്ങൾക്ക് സന്തോഷമുളവാക്കുന്ന വാക്കുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ അപ്രീസിയേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി, ഈ ഒരു ഇടവേള, നമുക്ക് വിഷുവിൻ്റെ റീഡിംഗ് കൂടെയാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതുവഴി നിങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി ഒരുപാട് പോസിറ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ടാരോ കാർഡ്സ് കൂടി ഒന്ന് എടുക്കാവേ. നിങ്ങൾ തലകുത്തി നിൽക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾ പല കാര്യങ്ങളിലും മനസ്സ് കുഴങ്ങി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് വരും എന്നൊക്കെ വിചാരിച്ചിരുന്നുകൊണ്ട് നിങ്ങൾക്ക് അവേക്കണിങ് ഉണ്ടാകുന്നുണ്ട്. കുണ്ടലിനി യോഗയായിരിക്കണം ചിലപ്പോൾ ഇവിടെ ചെയ്യുന്നത്. പലരും യോഗയൊക്കെ ചെയ്ത് ഒരുപാട് ആരോഗ്യത്തെ ഒക്കെ കൈവരിച്ചിട്ട് മുന്നോട്ട് വരുന്ന സമയമാവണം. അപ്പൊ ഈ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഹെൽത്തും വെൽത്തും ഒക്കെ നല്ല പോലെ ബൂസ്റ്റായി വരുന്ന ഒരു സമയം. മനസ്സിലായി? ഈ ഒരു സമയത്ത് മറ്റു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ തുരുതുരാന്ന് ചില കാര്യങ്ങളിലേക്ക് സന്തോഷം വന്നു ചേരും, ചില കാര്യങ്ങൾ.
അപ്പോൾ അതുപോലെ നമ്മൾ ചില കാര്യങ്ങളിൽ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ അടുത്തടുത്തായിട്ട് നമുക്ക് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി വന്നു ചേരും. അങ്ങനെയാണ് കർമ്മ. മനസ്സിലായോ? അപ്പോൾ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ വന്നുവെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് തിരിച്ചറിവുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ തിരിച്ചറിവുണ്ടാകുന്നുണ്ട് പല കാര്യങ്ങളിൽ. കണ്ടില്ലേ, ഇവിടെ യോഗയൊക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാനസികമായിട്ടൊരു അവേക്കണിങ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മെന്റലി ഫിസിക്കലി ഒക്കെയും നമുക്ക് ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും മറ്റു പലരുടെയും സന്തോഷവാക്കുകളും നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് മാറാൻ കഴിയുന്ന 1+5 6 മാറ്റം കൊണ്ടുവരുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ 12 വന്നിരിക്കുന്നത്. 12 1+3 നമ്പറാണ്. അവേക്കണിംഗ് ആണ്. ഹാങ്ഡ് മാൻ അവേക്കണിങ്ങിലൂടെ വരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ദൈവാനുഗ്രഹമാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ പൊതുവെ നമ്മൾ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റോം വാണിംഗ് എന്നാണ്. സ്റ്റോം വാണിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ 1+10ന്റെ എനർജിയാണ്. 10 എന്ന് പറയുമ്പോൾ 1ന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു സ്റ്റാർട്ടിങ്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇവിടെ എല്ലാം ശാന്തമാകുന്നത്. അപ്രതീക്ഷിതമായിട്ട് കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ വരുന്നത് എങ്ങനെയാണ്? അപ്രതീക്ഷിതമായിട്ടാണ്. അല്ല നമ്മൾ നോക്കിയിരിക്കുകയാണോ കൊടുങ്കാറ്റ് വരുന്നോ പേമാരി വരുന്നോ എന്നൊക്കെ? അല്ലല്ലോ. നമ്മൾ നോക്കിയിരിക്കാൻ നമുക്ക് അവിചാരിതമായിട്ടാണ് ചില ദുരന്തങ്ങൾ നമ്മളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചില ദുരന്തങ്ങൾ നമ്മളിലേക്ക് വരുന്നത് അവിചാരിതമായിട്ടാണ്. അപ്പോൾ അവിചാരിതമായിട്ട് വന്ന ഈ ഒരു ദുരന്തം ഇവിടെ ഇത് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സ്റ്റാർട്ടിങ് വരും. മനസ്സിലായി? ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത്രയും ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് ഒരു നല്ല ഒരു സ്റ്റാർട്ടിങ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നുണ്ട്. പല മോശകരമായ പല നെഗറ്റീവ് എനർജീസും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അത് വിട്ടുപോകുന്നു. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. എന്താണ് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവേ. ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ബഹളമൊക്കെ കഴിയുമ്പോൾ, അതായത് ഈ വലിയ കൊടുങ്കാറ്റും പേമാരിയും, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ ദുരന്തം ഒക്കെ കഴിയുമ്പോൾ, ഒരുപാട് വിഷമിച്ച ചില സാഹചര്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങളിലേക്ക് സ്ട്രെങ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നീടാണ് ഈ പാഠം നിങ്ങൾ കുറച്ചൊക്കെ പഠിപ്പിക്കും. മനസ്സിലായി? ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കുള്ള അനുഭവങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും. എന്നിട്ട് ഈ ഒരു പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറെ നല്ല കാര്യങ്ങൾ പരിശീലിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്ര വലിയ ഓബ്സ്റ്റക്കിൾസ് വന്നാലും, തടസ്സങ്ങൾ വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ മുൻപിൽ വന്നാലും അതിനെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്ന എനർജിയാണ്. 8 ആണ് നമ്പർ. ഇവിടെ ശനീശ്വരന്റെ നമ്പറാണ്, അബണ്ടൻസിന്റെ നമ്പറാണ്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാ കാര്യത്തിലും ഇവിടെ ദുരന്തങ്ങളെ നിങ്ങൾ അതിജീവിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദൈവാനുഗ്രഹത്തിന്റെ കാര്യത്തിലായാലും മറ്റു പല കാര്യങ്ങളിലായാലും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു എന്നുള്ളതാണ്. ഇൻഫിനിറ്റി സിമ്പലാണ് അത്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കണ്ടില്ലേ, വേക്കിംഗ് എവേ ആണ്. കണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ 2+7 9 ആണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനാവശ്യകരമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. മനസ്സില്ലാ മനസ്സോടെയാണ് പോകുന്നത്. കണ്ടില്ല, ഇവിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പണ്ട് സ്നേഹിച്ച പല കാര്യങ്ങൾ, പണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട വ്യക്തികളെ ആവാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചില സാധനങ്ങളെ ആവാം, ഇഷ്ടപ്പെട്ട വീടിനെ ആവാം, ഇഷ്ടപ്പെട്ട വ്യക്തിബന്ധങ്ങളെയും ആവാം, പല സാഹചര്യങ്ങളെയും ആവാം. അങ്ങനെ പലതിനെയും ഇവിടെ ഉപേക്ഷിച്ച് പോയാൽ മാത്രമേ എനിക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, എനിക്ക് നല്ലൊരു മാറ്റം ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. വാക്കിംഗ് എവേയാണ്, നടന്നു നീങ്ങുകയാണ് ചെയ്യുന്നത്. എവിടെയോട്ടാ? മുന്നോട്ട് നടന്നു നീങ്ങുന്നു. മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ ബൈക്കിൽ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ആഗ്രഹ സഫലീകരണം നടക്കും മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ.
മനസ്സിലായി? നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജീസിനെ ഒക്കെ നമ്മൾ പിന്തള്ളുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കും. എന്തിനു വേണ്ടിയിട്ട്? മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അല്ലേ? നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ചില കാര്യങ്ങൾ നമ്മൾ വഹിക്കുന്നത്, മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളെയും സഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സമയത്ത് എനിക്ക് ഇനി അത് വേണ്ട, കുറച്ചുകൂടി ബോൾഡായിട്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളെയും വിട്ടിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കുറച്ചുകൂടി നല്ല കാര്യങ്ങളൊക്കെയും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാവേ. ജഡ്ജ്മെന്റ് ആണ്, ഉണ്ടല്ലേ? ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ നെക്സ്റ്റ് ചാപ്റ്റർ വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകാൻ ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാൻ നല്ല അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. മനസ്സിലായോ? അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കണിംഗ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ പോകാൻ സാധിക്കും. അതുവഴി മനഃശാന്തി ലഭിക്കുന്നു, മനസ്സമാധാനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തന്നെയുമല്ല, ജീവിതത്തിന്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഈ ഒരു അധ്യായം വളരെയധികം പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇവിടെയും ദൈവാനുഗ്രഹമാണ് വരുന്നത്. ദൈവികമായ എനർജി, ദൈവത്തിന്റെ സപ്പോർട്ടാണ് നിങ്ങൾക്കൊരു നീതി ലഭിക്കുക എന്ന് പറയുന്നത്. ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എപ്പോഴാണ് ജഡ്ജ്മെന്റ് ലഭിക്കുന്നത്? ഈ ഒരു കർമ്മ, ഇവിടെ ഒരു കർമ്മയാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടാത്തതിനെയൊക്കെ സഹിച്ച്, ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം സഹിച്ച്, ഒറ്റയ്ക്ക് സഹിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളൊക്കെയും കേട്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് പോലും ചിന്തിച്ചിരുന്ന ചില സമയം ഉണ്ടായിരിക്കാം. അവിടെ നിന്നാണ് നിങ്ങൾ കുറച്ചുകൂടി ബോൾഡായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ. അതുപോലെ തന്നെ ബ്ലോസമിങ് അബണ്ടൻസ് ആണ്, കണ്ടില്ലേ? നമ്പർ 3 ആണ്, ദൈവാനുഗ്രഹമാണ്. ഒരുപാട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു അബണ്ടൻസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഈ പ്രകൃതിയിൽ നിന്നും തന്നെയുള്ള ചില കാര്യങ്ങളാണ് ഈ അബണ്ടൻസ് നിങ്ങൾക്ക് വരുത്തുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികമുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഭൗതികപരമായ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു നിറവ്. അതാണല്ലോ നമ്മുടെ വിഷു എന്ന് പറയുന്ന സമയത്ത് എല്ലാത്തിൻ്റെതുമായ ഒരു സമൃദ്ധി അല്ലേ, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടേതുമായ ദിവസങ്ങളാണല്ലോ വിഷുവിന് നമുക്ക് ലഭിക്കുന്നത്. അത്രയും ദിവസങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് എല്ലാ വ്യക്തികൾക്കും ചിന്തിക്കാൻ സാധിക്കുന്നു, ആ ഒരു എനർജിയിലിരിക്കാൻ സാധിക്കുന്നു, മാനസികമായ സന്തോഷം ലഭിക്കുന്നു. അതുപോലെ അബണ്ടൻസ് നിറഞ്ഞു നിൽക്കുന്നു നിങ്ങളുടെ ഉള്ളിലായാലും നമുക്ക് പുറത്തായാലും. നമ്മുടെ ഉള്ളിൽ തന്നെ അബണ്ടൻസ് ആണ്. നമ്മൾ സ്വയം പറഞ്ഞു പോകും അയാം അബണ്ടന്റ് എന്ന്, അല്ലേ? എന്ന് പറയുന്ന പോലെ അയാം സക്സസ്, അയാം അബണ്ടന്റ് എന്നൊക്കെ പറയുന്ന ഒരു എനർജിയിലേക്കാണ് ഇപ്പോൾ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ്. നമ്പർ 3 ആണ്, ജൂപ്പിറ്റർ ഗ്രഹത്തിന്റെ ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കാൻ പോകുന്ന ഈ ഒരു വിഷു സമയത്ത്. അതാണ് ഇവിടെ അബണ്ടൻസ്. പ്രകൃതി മുഴുവനും അബണ്ടൻസിലാണ്, പ്രപഞ്ചം അബണ്ടൻസിലാണ്, അല്ലെങ്കിൽ തന്നെ എല്ലായ്പ്പോഴും അബണ്ടൻസിലാണ്. ഇതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സിലായി? ഇത് നിങ്ങളുടേതാണ്, നിങ്ങൾക്കിത് ലഭിക്കാനുള്ളതാണ്. നിങ്ങൾക്കിത് കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അബണ്ടൻസിൽ മുഴുകിയിരിക്കുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് കണ്ടില്ലേ? ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ജോലി കിട്ടുന്ന എനർജി ആവാം, അല്ലെങ്കിൽ സാമ്പത്തികം കൂടുതലായിട്ട് വന്നു ചേരുന്ന എനർജി ആവാം. ഇവിടെ അബണ്ടൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഈ അബണ്ടൻസിൽ ധാരാളമായിട്ട് സമ്പത്ത് ഉൾപ്പെടുന്നുണ്ട്, സ്നേഹം ഉൾപ്പെടുന്നുണ്ട്, മറ്റു പല കാര്യങ്ങൾ ഉൾപ്പെടുന്നു.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ജോലി ലഭിക്കാനും അഥവാ മറ്റ് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഉണ്ടാവാം. ഒരുപാട് പേർക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ജോലിയാവാം, ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികമാകാം, അതുമല്ല എങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഫ്രീ ആയിട്ട് തരുന്നതാവാം. എങ്ങനെയായാലും ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ വഴിയിലേക്ക് നിങ്ങൾ പ്രയത്നിച്ചിരുന്ന ചില കാര്യങ്ങൾക്കാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ലഭിക്കാം, അപ്രതീക്ഷിതമായിട്ട് ലഭിക്കാം. അപ്പോൾ അങ്ങനെ എവിടെ നിന്നെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് തിങ്കിങ് മാൻ ആണ് വന്നിരിക്കുന്നത്. തിങ്കിങ് മാൻ എന്ന് പറയുമ്പോൾ ഇവിടെ 4+6 10. 10ന്റെ എനർജി വന്നിരിക്കുന്നത് എന്താണ്? 1 ആണ്. ഇവിടെ ഒരു തുടക്കം. നിങ്ങൾക്ക് കുറച്ചുകൂടി ബോൾഡ് ആവാൻ, കുറച്ചുകൂടി ബ്രില്യൻ്റ് ആവാൻ സാധിക്കുന്നു. കുറച്ചുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യുന്ന ഒരു സമയം. കൂടുതലായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുമല്ല നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എന്ത് കാര്യമാണ് നിങ്ങൾ ഇവിടെ ഒരു തുടക്കത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നു. ബുദ്ധിപൂർവമായ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾക്കിവിടെ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ചില ജോലിക്കാര്യങ്ങളാവാം, ഇനി അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി ആവാം, ചിലപ്പോൾ വലിയ ചില യാത്രകളാവാം. അതുവഴി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ചിന്തിക്കുന്നതായിട്ടും ചിന്തിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതുമായിട്ടുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? യാത്രയാണോ ജോലിയാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാവേ. എംപ്രസ് ആണ്. സമൃദ്ധി, ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിയായിരിക്കാം, മനസ്സിലായി. ചിലപ്പോൾ യാത്രകളായിരിക്കാം, കൂടുതലായിട്ട് ചിലപ്പോൾ വിവാഹമായിരിക്കാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയായിരിക്കാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് കാണുന്നുണ്ട്. പലർക്കും ഇവിടെ വിവാഹം നടക്കുന്ന എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു തുടക്കത്തിലേക്ക് പോകാനും ധാരാളമായിട്ട് ദൈവികമായ അനുഗ്രഹങ്ങൾ ഇവിടെ 3 വന്നിട്ടുണ്ട്. 3 വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് എംപ്രസിന്റെ നമ്പർ 3 ആണ്. അപ്പോൾ ഇവിടെ സമൃദ്ധി, ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള എനർജിയുടെ വരവാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇവിടെ ആർക്കെങ്കിലുമൊക്കെ വിവാഹം നടക്കുന്ന സാധ്യത, അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചു വയ്ക്കുന്ന സാധ്യത ആകാം, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാവാം. അതുമല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അച്ഛൻ ആവാനും അമ്മയാവാനും ഒക്കെ നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സന്തോഷ വാർത്ത കേൾക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ കമ്മ്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ 7 ആണ്. ഇവിടെ ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ എന്താണ്, ബട്ടർഫ്ലൈസിനെ പോലെ പാറിപ്പറന്ന് സന്തോഷിക്കാനുള്ള ഒരു സമയം. അല്ലെങ്കിൽ തന്നെ ഇവിടെ അബണ്ടൻസ് കണ്ടില്ല, ഇവിടെ ഒരുപാട് അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. സമൃദ്ധിയിലും ഐശ്വര്യത്തിലും പങ്കുചേരാൻ സാധിക്കുന്നു, സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊന്നിച്ച് ഉല്ലാസയാത്ര പോകാനുള്ള എനർജി ഉണ്ട് ഇവിടെ. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ നിങ്ങളെ കാണാൻ വരുന്ന എനർജി. അവർ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂട്ടുചേർന്ന് അല്ലെങ്കിൽ കൂട്ടം കൂടി യാത്രകൾ പോകുന്നു, ഉല്ലാസയാത്രകൾ, അല്ലെങ്കിൽ കൂട്ടുകൂടി എവിടെയെങ്കിലുമൊക്കെ മറ്റ് പല കാര്യങ്ങളിലും സന്തോഷത്തിനായിട്ട് സമയം വിനിയോഗിക്കുന്ന എനർജിയും ആവാം. ഇതുവരെയും കാണാതിരുന്ന ചില വ്യക്തികൾ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച വരുന്നതായിട്ടും അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹ സഫലീകരണം കാണുന്നുണ്ട്. ഒരുപാട് പേരുടെ ആഗ്രഹ സഫലീകരണം നടക്കുന്ന ഒരു സമയമാണ് ഈ 7 days എന്ന് പറയുന്നത്. അല്ലേ, 7 ആണ് വന്നിരിക്കുന്നത്. ഈ 7 daysനകം നിങ്ങൾക്ക് ഒരുപാട് പേരുടെയും സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ആഗ്രഹങ്ങളുടെ സഫലീകരണം, എന്താഗ്രഹമാണോ ഉള്ളിൽ ഉണ്ടായിരുന്നത് അത് സഫലമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
എന്ത് മാറ്റമാണ് നിങ്ങൾക്കിപ്പോൾ? ഇവിടെ ആഗ്രഹ സഫലീകരണമാണ് വന്നിരിക്കുന്ന, വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിദേശത്ത് പോകാനോ അതുമല്ലെങ്കിൽ ഇത്ര മാത്രമുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പിലെത്തിച്ച് അല്ലെങ്കിൽ ഒത്തുതീർപ്പായിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയും പുതിയൊരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. ആഗ്രഹങ്ങളെ സഫലമാക്കിക്കൊണ്ട് പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ചില ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും ചില കാര്യങ്ങൾ ആഗ്രഹിച്ചത് പോലെയുള്ള ചില കാര്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പോകാനാവാം, അതുമല്ല എങ്കിൽ വേറെ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവാം. അങ്ങനെയും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് റിലാക്സ് ആവുന്നു എന്നുള്ളതാണ് കാണുന്നത്. എല്ലാം സാധിക്കുന്നു. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിയുമ്പോഴെന്താണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് സന്തോഷം വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സൊന്ന് റിലാക്സ് ആവുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. സമൂഹത്തിൽ 8 ഓഫ് വാൻസ് തൊട്ട് താഴെ വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുന്ന എനർജിയാണ് ഇതിവിടെ. വാൻസ് ഫയർ സൈൻ അല്ല, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഒരു ഫയർ സൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫയറിൻ്റെതായ എനർജി അല്ല, തീ ആളിക്കത്തുകയല്ല. അവിടെ നിങ്ങളുടെ ആവേശം ആളിക്കത്തുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് പല കാര്യങ്ങളിലും ആകാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഉൾപ്പെട്ട കാര്യങ്ങളിലൊക്കെ മറ്റേത് വിധത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് വിജേതാവാകാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിങ് ഓഫ് വാൻസിന്റെ എനർജി, സൊസൈറ്റിയിലൊക്കെ നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കാൻ കഴിയുന്നു. വാൻസ് ഫയർ സൈൻ കണ്ടില്ലേ? ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രാജാവിന്റെ പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു. രാജാവിന്റെ പദവി എന്ന് പറയുമ്പോഴെന്താണ്? മറ്റുള്ളവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാകുന്നു. സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് 3+8 11 ആണ് അല്ലെ, 11 നമ്പറാണ്. 4th ചക്ര ആർക്കേഞ്ചൽ റാഫേലാണ് വന്നിരിക്കുന്നത്. 4th ചക്ര എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഹാർട്ട് ചക്രയാണ്. പച്ച കളർ കണ്ടില്ലേ? ഇവിടെ ഗ്രീൻ കളറാണ്. ഹാർട്ട് ചക്രയുടെ കളർന്ന് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇവിടെ പലർക്കും ഇവിടെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയം, അതായത് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. തന്നെയുമല്ല, ഈ ഒരു സമയത്ത് ഒരുപാട് സ്നേഹം, സന്തോഷം ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകും. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ മുഴുവനും ഒരുപാട് പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ പലർക്കും ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അതുവഴി അപ്പർ 3 ചക്രാസ്, ലോവർ 3 ചക്രാസ് ഇതൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് വെൽത്ത്, ഹെൽത്ത് ഇത് രണ്ടും വന്നു ചേരും. മനസ്സിലായി? നിങ്ങൾക്ക് ധനപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും ധനപരമായി, അതാണ് സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏത് വിധത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം നേടിയെടുക്കാനുള്ളത്, അവരെ അങ്ങോട്ട് സ്നേഹിക്കാനുള്ളത്, സ്വയം സ്നേഹിക്കാനുള്ള എനർജി. മനസ്സിലായി? ആദ്യം സെൽഫ് ലവ് ചെയ്യുക, ആദ്യം സ്വയം സ്നേഹിക്കുക. എന്നാൽ മാത്രമല്ലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ. എന്നെ പോലെ തന്നെ ഒരു സോളാണ് ഇതെന്ന് കരുതാനുള്ള മനസ്ഥിതി വരുന്നത് എപ്പോഴാണ്? അവരവരെ തന്നെ സ്നേഹിക്കുമ്പോഴാണ്, സ്വയം സ്നേഹിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വയം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും മറ്റുള്ളവരുടെ സ്നേഹം നേടിയെടുക്കാനും, അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ജീവിതത്തിൽ പല തരത്തിലുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടേറിയ ചില പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾക്ക് സോൾവ് ആക്കി മാറ്റാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് 1+9 ഇവിടെ 10 ആണ്. 1ന്റെ എനർജിയാണ് റെസ്റ്റ് ആൻഡ് റിജുവനേഷൻ വന്നിട്ടുണ്ട്. കണ്ടല്ലേ? ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന പലർക്കും പുതിയ തുടക്കം ഇവിടെ വന്നിട്ടുണ്ട്. റിലാക്സ് ചെയ്യാനുള്ള എനർജി വന്നിട്ടുണ്ട്. അബണ്ടൻസിലേക്ക് പോകുന്ന എനർജി വന്നിട്ടുണ്ട്. സാമ്പത്തികം ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇവിടെ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തിൻ്റെതായ എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാവേ. വിഷു സമയമല്ലേ? എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ മെസ്സേജ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ ഈ സമയത്ത് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ് എന്ന് നോക്കാവേ.
നോക്കുക. ബോട്ടം വന്നിരിക്കുന്നത് മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്നുള്ളതാണ്. മേക്ക് ദ റൈറ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ബി ഹംബിൾ ഇൻ ആൾ യു ഡു, വാനിറ്റി ബ്രീഡ്സ് സിക്നെസ്, മേക്ക് ദ റൈറ്റ് ചോയ്സ് ആണല്ലേ. വാനിറ്റി ബ്രീഡ്സ് സിക്നെസ്, നമ്മൾ എല്ലായ്പ്പോഴും ഹംബിൾ ആവണം, വിനയമുള്ളവരാവണം. പൊങ്ങച്ചം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഹംഭാവം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അസുഖം വരുത്തി വെക്കുന്നതാണ്. മനസ്സിലായി? നമ്മളുടെ എനർജി തന്നെ ഡൗൺ ആവുന്നതാണ്. അല്ല എങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നമ്മളൊരു പൊങ്ങച്ചം കാണിച്ചോ, അല്ലെങ്കിൽ ഈഗോ കാണിച്ചോ, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് അഹംഭാവം കാണിച്ചോ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് അഹങ്കരിച്ച് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ നമ്മൾക്ക് അധപ്പതനമുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്വഭാവം ഒഴിവാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഭഗവാൻ തരുന്ന മെസ്സേജ്. മനസ്സിലായോ? ഇത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. യുവർ കാൾ വിൽ ബി ആൻസേർഡ് എന്നാണ്. നിങ്ങളുടെ എല്ലാ വിളികളും ദൈവം കേൾക്കുന്നുണ്ട്, ഭഗവാൻ കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതുമാണെന്നാണ് കാണുന്നത്. യു ആൻഡ് യുവർ പ്രേയേഴ്സ് ആർ നെവർ അൺഹേർഡ്. നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ഒരിക്കലും കേൾക്കാതിരിക്കുന്നില്ല ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് അല്ല, ഒരിക്കലും ഭഗവാൻ കേൾക്കാതിരിക്കുന്നില്ല, എല്ലാം കേൾക്കുന്നുണ്ട്. അതിന് ഒരു സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ആൻസർ ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന ഉടനെ ആൻസർ കിട്ടും എന്ന് വിചാരിക്കരുത്. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ചോദിക്കുന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നത്. വന്നിരിക്കുന്നത് ന്യൂ ക്രിയേഷൻ ആണ്. ട്രാവൽ ഇഫ് നീഡ് ബി ആൻഡ് പ്രേ ഫോർ യുവർ വർക്ക് ടു ബി ഡൺ, ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് സംതിങ്. ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ, ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കൂ, ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കൂ. അതോടുകൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. ഒരുപാട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വ്യക്തികളെ, പലതരത്തിലുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കും. മനസ്സിലായോ? അത് നമ്മൾ ഒറ്റപ്പെട്ട റൂമിൽ അടച്ചുകൂടിയിരുന്ന് ചിന്തിക്കുന്നതിലും എത്രയോ വളരെ വലിയ ഒരു അനുഗ്രഹമാണ്, വളരെ വലിയൊരു സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വളരെ നല്ല അറിവുകളും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെയുള്ള യാത്രകളിലൂടെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഡു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി ഒരിക്കലും പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. മനസ്സിലായോ? എല്ലായ്പ്പോഴും നമ്മൾ പറയാറുണ്ട് പോസിറ്റീവായ സാഹചര്യത്തിലിരിക്കൂ, പോസിറ്റിവിറ്റിയെ മനസ്സിൽ നിറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെറുതെയാണോ പറയുന്നത്? ഒരിക്കലുമല്ല. എപ്പോഴും നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ആകർഷിച്ചു വരുന്നത്. മനസ്സിലായി? നെഗറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? നെഗറ്റീവാണ് നമ്മളിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് മൂഡിലിരിക്കാൻ അങ്ങനെ പാടില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഡു നോട്ട് ഇൻവൈറ്റ് നെഗറ്റിവിറ്റി ബൈ ഡൂയിങ് ഓർ സേയിങ് റോങ് തിങ്സ്. ഒരിക്കലും നെഗറ്റിവിറ്റിയെ നിങ്ങൾ ആകർഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും റോങ് ആയിട്ടുള്ള കാര്യങ്ങളും അരുത്. മനസ്സിലായോ? പറയാനും പാടില്ല, ചെയ്യാനും പറയാനും പാടില്ല. നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയരുത്, പറയുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഇവിടെ ഗീതയാണ്. ഇത് അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്. യഥാർത്ഥത്തിലുള്ള കറക്റ്റ് സത്യം എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു, പെർഫോം യുവർ ഡ്യൂട്ടി. ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണോ അത് നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കടമ എന്താണോ അത് നിർവഹിക്കൂ എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, അല്ല എങ്കിൽ നിങ്ങൾക്ക് കടമപ്പെട്ടത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കടമ എന്താണോ അത് ചെയ്യുക. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.